ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാവരും അതിഗംഭീരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്ലാസ് 10 CBSEയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ്. സോ മാത്തമാറ്റിക്സ് സിമ്പിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് സൈലം ക്ലാസ് 10 CBSE യൂട്യൂബ് ചാനൽ വരും. മാത്സിന്റെ മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും SS-ലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് എല്ലാത്തിന്റെ വീഡിയോസ് ഞങ്ങൾ നിരന്തരം വന്നുകൊണ്ടേക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ എല്ലാ മക്കളും രേഖപ്പെടുത്തണം. സോ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റുന്നത് തന്നെയായിരിക്കും. സോ ഒന്നാമത്തെ പാഠം റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് പറയുമ്പോൾ എക്സാമിന് 100% ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് LCM ആൻഡ് HCF. 100%. ഈ പറയുന്ന ഒരു ചോദ്യമില്ലാത്ത ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കില്ല. 2024 CBSE ബോർഡ് എക്സാം ആയിക്കോട്ടെ, 2023 CBSE ബോർഡ് എക്സാം ആയിക്കോട്ടെ, ഏത് വർഷമായാലും എന്തായാലും LCM-ഉം HCF-ഉം ചോദ്യം ഉണ്ടാകും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ LCM-ന്റെയും HCF-ന്റെയും കംപ്ലീറ്റ് കോൺസെപ്റ്റും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒറ്റ വീഡിയോ മതി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരുന്ന LCM-ഉം HCF-ഉം എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ പറയുന്നു 100% ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ 100% ട്രസ്റ്റ് ചെയ്യാം. ഈ ചോദ്യങ്ങളായിരിക്കും CBSE ബോർഡ് എക്സാമിനും ചോദിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാണ് മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. P എന്ന് പറയുന്നത് AB² ആൻഡ് Q എന്ന് പറയുന്നത് AQB. അങ്ങനെയാണെങ്കിൽ P-ന്റെയും Q-ന്റെയും LCM കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾ സൈഡിൽ കണ്ടു NCERT എക്സാംപ്ലർ. അത് NCERT തന്നെ പബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു ബുക്കാണ്. കറണ്ട് ട്രെൻഡ് അനുസരിച്ചിട്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലും ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിലും NCERT എക്സാംപ്ലറിന് ചോദ്യങ്ങൾ ഒരുപാടാണ് വരാറ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലായാലും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ്. സോ ഇത് NCERT എക്സാംപ്ലറാണ്. ഇതേ ടൈപ്പുള്ള ചോദ്യമായിരുന്നു നമ്മളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന ക്വസ്റ്റ്യൻ അതിഗംഭീരമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇതാണ് P എന്ന് പറയുന്നത്, ഇതാണ് Q എന്ന് പറയുന്നത്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ കൂടെ തന്നെ HCF നിങ്ങൾക്ക് പറഞ്ഞുതരും. LCM കാണുന്നതിനായി ഞാൻ നേരെ ഇത് മക്കളെ P എന്ന് പറയുന്നത് എന്താ, അത് AB². എന്താ Q എന്ന് പറയുന്നത് അത് AQB. എല്ലാ മക്കളും ആലോചിക്കാം. LCM എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ LCM എത്ര മാത്രമേ ഉള്ളൂ? നിങ്ങൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നോക്കാം. അതായത് P-ലും Q-ലും ആരാണ് കോമൺ? രണ്ടിലുണ്ട്, ഇവിടെയുണ്ട്, ഇതിലുമേയുണ്ട്. A മാത്രമാണ് കോമൺ അല്ല, കൂടെ തന്നെ B-യും കോമണാ. നോക്കി എല്ലാവരും, ഇതിൽ B ഉണ്ട്, ഇതിലും B ഉണ്ട്. കോമൺ ആയിട്ട് നിൽക്കുന്നവന്റെ ഹയസ്റ്റ് പവർ എല്ലാ മക്കളും എഴുതി വെക്കുക. അതായത് A ഉണ്ട്, AQ ഉണ്ട്. അതിലെ വലുതേതാ? A ആണ്, AQ ആണോ? ഹയസ്റ്റ് എന്ന് പറയുന്നത് AQ ആണ്. സോ എല്ലാ മക്കളും എന്ത് എഴുതി വെക്കുക? AQ ഇൻറ്റു. കഴിഞ്ഞില്ല, ഇനിയും ബാക്കിയുണ്ട്. ഇനി കോമൺ ആയിട്ട് നിൽക്കുന്നവനാണ് B²ഉം B-യും. കണ്ടോ, B കോമണാ. അതിന്റെ ഹയസ്റ്റ് പവർ ആരാ? അത് B² ആണ് മക്കളെ. ഞാൻ എഴുതി മക്കളെ AQB². ഇതാണ് ഇവന്റെ LCM. ഇനി ഇതിന് പുറമെ ബാക്കി നമ്പേഴ്സ് ഉണ്ടാകുമെന്നാണ് നമ്മളത് മറ്റു ക്വസ്റ്റ്യനിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിന് ശേഷം എക്സ്ട്രാ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, LCM-ഉം HCF കാണുക എന്ന് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. കൂടെ തന്നെ ഇതിന്റെ ആൻസർ ഞാൻ പറയാം, AQB², ഓപ്ഷൻ C. ആൻഡ് എന്താണ് ഇവന്റെ HCF? ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആരാണ് ഇവന്റെ HCF ഓഫ് P ആൻഡ് Q? HF-ന് വേണ്ടി എല്ലാ മക്കളും P-യും Q-യും ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതി വെക്കുക. അതൊരു മാറ്റവുമില്ല. LCM-ൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് HF-ന് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ P-യും Q-യും എഴുതി. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾ കോമൺ ഐഡന്റിഫൈ ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ കോമൺ ചെയ്തു. A കോമൺ ആണ് ആൻഡ് B കോമൺ ആണ്. LCM-ൽ നമ്മൾ അവന്റെ ഹയസ്റ്റ് പവർ എടുത്തിരുന്നു. HF-ലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഹയസ്റ്റ് പവർ അല്ല നമ്മൾ എടുക്കേണ്ടത്, ഇവന്റെ ലോവസ്റ്റ് പവർ. അതായത് A-യും AQ-ഉം കോമൺ ആണ്. ഇതിനകത്ത് ലോവസ്റ്റ് പവർ ഏതാ? AQ ആണ്. A അല്ലേ? A ആണ് ലോവസ്റ്റ്. A ആണ് A⁻1 ചെറുത്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ HCF എന്ന് പറയുമ്പോൾ മക്കളെ HF ഓഫ് P, Q, P-ന്റെയും Q-ന്റെയും HF എന്ന് പറയുമ്പോൾ A കോമൺ ആണ്. Aയുടെ ലീസ്റ്റ് പവർ A ഇൻറ്റു. അതുപോലെ B²ഉം B-യും കോമൺ ആണ്. അതിന്റെ ലീസ്റ്റ് പവർ B⁻1 ആണെന്നറിയാം. സോ B, അതായത് AB ആണ് മക്കളെ HF ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഓപ്ഷൻ A ആണ് ഇതിന്റെ HCF. ആൻഡ് LCM എന്തായിരുന്നു? LCM ഓപ്ഷൻ C ആയിരുന്നു. സോ എല്ലാ മക്കൾക്കും LCM-ന്റെയും HCF-ന്റെയും ബേസിക്സ് വളരെ സുഖമായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൈലം ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. സോ സൈലം ക്ലാസ് 10 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും.
അതേപോലെ ഷോർട്ട് നോട്ട്സ്, ക്ലാസ്സിന്റെ സ്ലൈഡ്സ് എല്ലാം തന്നെ എന്താണ് ലഭിക്കുന്നതായിരിക്കും. എക്സാമിനേഷനും MCQന്റെ ഒരുപാട് സീരീസുകളും എല്ലാം തന്നെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഫോർ ജസ്റ്റ് 3499. ഇത് ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്ക് അല്ല, ഒരു വർഷത്തേക്ക് ഒരു വിഷയത്തിനല്ല, ഒരു വർഷത്തേക്ക് എല്ലാ വിഷയത്തിനും, എല്ലാ സബ്ജക്റ്റും കൂടി 1 ഇയറിന് ഇറ്റ് കോസ്റ്റ് ജസ്റ്റ് 3499. സോ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം തന്നെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. CBSEക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലിയാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത്. ഈ കാണുന്ന ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ 100% എല്ലാ മക്കൾക്കും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരെ പോകും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമ്പേഴ്സ് വരും. 612 ഉണ്ട്, 1314 ഉണ്ട്. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF ആണ്. നമ്മൾ കൂടെ LCM കാണും. 2019 CBSE ബോർഡ് എക്സാമിന് ചോദിച്ചാൽ 2019 എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാം? 612 and 1314. നമ്മൾ നേരെ തന്നെ ഇവനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 612 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അറിയാമായിരിക്കും അവർക്കും. ഈ വൺ നമ്പറാണ് 2. 2 in 6 എത്ര വട്ടം മക്കളെ? 3 times. കുഴപ്പമില്ല. 1ൽ 2 പോവില്ല, 0 times. ആൻഡ് 12ൽ 6 times. നമ്മളത് ചെറിയ ക്ലാസ് പഠിച്ചാണ്ടോ 306. വീണ്ടും നമുക്കറിയാം ഈ വൺ നമ്പറാണ് 2. എത്ര വട്ടം? 3ൽ 1 times. ആൻഡ് 2 ആണെന്ന് പറയാം. ബാലൻസ് 1 ഉണ്ട്, കാരണം നമുക്ക് 2 കിട്ടി. 2 3 ആവാൻ ഒരു ബാലൻസ് 1ന്റെ ആവശ്യമുണ്ട്. 10ൽ നമുക്ക് എത്ര വട്ടം മക്കളെ? 10ൽ 5 times പോവും. ആൻഡ് ഇവിടെ 6 ഉണ്ട്, 6ൽ 3 times. സോ നൗ ഇറ്റ്സ് ഓഡ് നമ്പർ. സോ എന്തായാലും മനസ്സിലായി നമുക്ക് എന്താണ് 2 പോയില്ല, 3 പോകും നോക്കാം. 3 പോകുമോ കൃത്യമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്യുക. 3 + 5 + 1 which means it is 9. 9 എന്ന് പറയുന്നത് നമുക്കറിയാം 9നകത്ത് കൃത്യമായിട്ട് നമുക്ക് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, 3 divides 9. ഓക്കെ, ഇപ്പം എന്ന് പറയാൻ പറ്റും ഡിവിസിബിൾ ബൈ 3 ആണ്, അതുകൊണ്ട് 3 കൊടുത്തു. Okay, 9 is divisible by 3, which means 153 it's also divisible by 3 എന്ന് പറയാൻ പറ്റും. ഞാൻ 3 കൊണ്ട് മക്കളെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നു. 1ന് പോവില്ല. 15 നമുക്കറിയാം it goes 5 times and there is 1, sorry, and there is 3 1 times. 51 ഞാൻ ആഡ് ചെയ്തു, ഇറ്റ്സ് 6 കിട്ടി. 6ൽ നമുക്കറിയാം പോകുന്നറിയാം, വീണ്ടും ഡിവിസിബിൾ ആണ്. 3 പോയി. 100 times 70 times 1 times and 3 കിട്ടി. ബാലൻസ് 221 7 times 17. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. എല്ലാവരും നോക്കുമ്പോൾ മനസ്സിലായി എത്ര 2's ഉണ്ട്? 2 2's ഉണ്ട്, 2 square ഇൻറ്റു എത്ര 3 ഉണ്ട് മക്കളെ? 2 3 ഉണ്ട്, 3 square. ആൻഡ് ഫൈനലി ഒരു 17 × 17. ബസ് നമ്മൾ ഇതുപോലെ തന്നെ 1314നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അത് ഈവൺ നമ്പർ ആണ്. എല്ലാവരും നോക്കൂ, അവനും ഒരു ഈവൺ നമ്പർ തന്നെയാണ്. 1314 ഈവൺ നമ്പറാ. 2 13ൽ 6 times. ബാലൻസ് 1. 11ൽ 5 times. 11 നമുക്ക് എന്തറിയാം, അത് 5 times പോവും. ആൻഡ് ബാലൻസ് 1 വീണ്ടും വന്നു 1. 14ൽ 7 times പോയി. സോ 657 കിട്ടി. ഓഡ് നമ്പർ ആണ്, 2 പോവില്ല. അടുത്ത് നോക്കാം. 3 പോവും. 7 + 5 12 + 6 18. 18 is divisible by 3, which means 657 is also divisible by 3. നമുക്ക് എന്താണ് 657നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ നമുക്കിതാ 3 കൊടുത്തു. 6ൽ 2 times, 5ൽ 1 times, and there is balance 2, and 27 it's 9 times. 219 ഞാൻ ഡിസൈഡ് ചെയ്തു. സോ 10 + 2 12. 12 is divisible by 3. ഇതാ വീണ്ടും 3 പോയി. 21ൽ 7 times, and there is 9. 9ൽ നമുക്കറിയാം മക്കളെ 3 times 73. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 73 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. 73 is a prime number. സോ നമുക്ക് എന്ത് കിട്ടി? 2 ഒരു 2 ഉണ്ട്, ഇൻറ്റു എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്, 3 square ഇൻറ്റു ആൻഡ് 73 ഇറ്റ്സ് എ പ്രൈം നമ്പർ 73. HCF കാണണം ആൻഡ് LCM ഓൾസോ. HCF കാണാൻ വേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ആയിട്ട് നിൽക്കുന്നവനെ മാത്രം നോക്കുക. ആരാണ് കോമൺ? 2ലും 2 കോമൺ ആണ്, 2ലും 3 കോമൺ ആണ്. കോമൺ ആയിട്ട് നിൽക്കുന്നവനെ മാത്രം നോക്കി.
കോമൺ ആയിട്ടുള്ളവന്റെ ലീസ്റ്റ് പവർ നോക്കിയേ, 2² ഉണ്ട്, 2⁻1 ഉണ്ട്. ഏതാണ് ചെറുത്? 2⁻1 ആണ് ചെറുത്. നമ്മളിതാ ആ 2⁻1 എഴുതി വെക്കുക. 2⁻1 ഇൻറ്റു 3² രണ്ടിലുമുണ്ട് മക്കളെ. അതായത് ലീസ്റ്റ് പവർ മാറ്റമില്ല, 3² തന്നെയാണ്, ഇൻറ്റു 3². ബസ്. സോ 2 into 3², which means 3² 9 ആണ്. 9 into 2, which means it's 18. ഇതാണ് ഇവന്റെ HCF എന്ന് പറയുന്നത്. ആൻഡ് LCM എന്ന് പറയുമ്പോൾ എന്താണ് LCM വരാ? നിങ്ങൾ കോമൺ ആയിട്ട് നിൽക്കുന്നവനെടുത്തു, അതിന്റെ ഹയസ്റ്റ് പവർ. സോ 2 ഉണ്ട്, 2² ഉണ്ട്, അതിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2² ആണെന്ന് എല്ലാവർക്കും അറിയാം. ദാ 2² ഇൻറ്റു 3² 3² ഉണ്ട്, അതിന്റെ ഹയസ്റ്റ് പവർ എല്ലാവർക്കും അറിയാം, 3² ഇൻറ്റു 17. ഇനി എന്താ? ഇനി ബാക്കിയുള്ളവന്മാര് ആരാണോ, ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ എന്താണ് എഴുതി വെക്കുക. ബാക്കി ഇനി കോമൺ അല്ലാത്തവന്മാർ മാത്രമേ ഉള്ളൂ. 17ഉം 73യും ഈ പറയുന്ന രണ്ടുപേരെ നമ്മൾ എന്താണ് എഴുതി വെക്കുക, ഇൻറ്റു 17 ഇൻറ്റു 73. നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതാണ് മക്കളെ ഇവന്റെ LCM എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് LCM കാണാൻ വേണ്ടിയുള്ളത്. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് CBSE ബോർഡ് എക്സാമിന് ചോദിക്കുക. സോ അല്ലാതെ എല്ലാ മക്കളും 2020 CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കണ്ടുമുട്ടാം. സോ എല്ലാ മക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മക്കളെ ബൈ ഓൾ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning. ബൈ, താങ്ക് യു ഓൾ, താങ്ക് യു.